ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിറ്റി റൈഡ്സ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. സ്ഥലം ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ മേക്കദത്തു എന്ന് പറഞ്ഞ ഒരു ഡാമാണ്. ഇന്ന് ബൈക്കിലല്ല, ഇന്നും കാറിലാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഫാമിലി ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കൊച്ചു വൈഫ് പുറകെ ഇരിക്കുന്നത്. ഇത് നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് ആൾമോസ്റ്റ് എക്സാക്ട്ലി 100 കിലോമീറ്റർ ആണ്. ആക്ച്വലി നമ്മൾ ഈ രാംനഗര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ വൺ ഡേ ട്രിപ്പൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് ആക്ച്വലി ബെസ്റ്റ് ഒരു പ്ലേസ് ആണ്. പിന്നെ ഈ പോകുന്ന റൂട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു ടൈഗർ റിസർവോയർ അങ്ങനെയുള്ള ഒരു റൂട്ടാണ്. നല്ലൊരു ഗ്രീനിഷ്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവും കൂടെയാണ്. മാക്സിമം റൈഡേഴ്സ് ഒക്കെ പോകുന്ന ഒരു പ്ലേസ് ആണ്. എന്തായാലും ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇന്നാണ് ആദ്യമായിട്ട് ഞാനും പോകുന്നത്. നോക്കാന്ന് വെച്ചാൽ ഇവിടെയുള്ള മാക്സിമം ഈ തമിഴ് ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഈ കനഡിയൻസ്, ഇവരൊക്കെ ഈ റൈഡേഴ്സ്, ഇവരൊക്കെ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പ്രോപ്പർ റൈഡൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിരിക്കുന്ന മലയാളീസിനൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇതൊരു ബെസ്റ്റ് ഒരു സ്പോട്ടാണിത്. അപ്പം നോക്കാം, ഇനി എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഞാൻ ഇതുവരെ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴാണ് ഞാനും ആദ്യമായിട്ട് ആ ഒരു പ്ലേസിൽ പോകാൻ പോകുന്നത്. ഗൈസ്, നമ്മളങ്ങനെ പോയിട്ടിരിക്കുകയാണ്. ഇന്നെന്താ ബൈക്ക് എടുക്കാത്തതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. എന്നും ബൈക്കിൽ പോയാണ് റൈഡിങ് വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഒരിക്കലെങ്കിലും ഫാമിലിയെ കൊണ്ട് പോയിട്ട് ഒരു ഇതെടുക്കണം. അപ്പം എന്തായാലും ബൈക്കിൽ പറ്റത്തില്ല. അപ്പം കാർ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ 2-3 പേര് എന്നോട് ചോദിച്ചു, ഗിറ്റി റൈഡ്സ് എന്നാണല്ലോ ഇട്ടിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഈ കാറിൽ പോയി വ്ളോഗ് എടുക്കുന്നത്? ഗൈസ്, ഗിറ്റി റൈഡ്സ് എന്ന് ഇട്ടിരിക്കുന്നത് മാക്സിമം ഉദ്ദേശിച്ചത് ബൈക്ക് റൈഡിങ് തന്നെയാ. പക്ഷെ വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ ഫാമിലിയും കൊണ്ട് പോകണ്ടേ പുറത്ത്. അപ്പൊ പിന്നെ ബൈക്കിൽ എല്ലാവരും കൂടെ എങ്ങനെയാ പോവുക? അപ്പൊ അതാണ് മെയിൻ കാരണം. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പം ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് മാപ്പ് ഇട്ടപ്പം കറക്റ്റായിട്ട് 2.5 മണിക്കൂർ, 100 കിലോമീറ്റർ 2.5 മണിക്കൂറാണ് കാണിച്ചത്. ഇപ്പം പിന്നെ നമ്മള് കുറച്ച് ദൂരത്തേക്ക് റോഡ് ഭയങ്കര മോശമായിരുന്നു. വെച്ചാൽ കംപ്ലീറ്റ്, ഞാൻ മുമ്പ് ഒരിക്കൽ എൻ്റെ ഒരു ബൈക്ക് നന്ദിയിൽ ബൈക്ക് റൈഡിങ്ങിൽ പറ്റുന്ന മറ്റേ ഓഫ് റോഡിങ് പോകുന്നവർക്ക് അതേപോലെ തന്നെ, പക്ഷെ ആ റോഡല്ല, വേറെ ഒരു റോഡാണ്. നമ്മൾ ഈ സർജാപുരയിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നമ്മൾ ഈ ഹുസ്കൂർ എന്നൊക്കെ പറയും. ഇതൊക്കെ ഞാൻ പറയുന്ന പേരുകളൊക്കെ ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. അപ്പം ആ ഒരു റൂട്ട് കയറി വന്നപ്പം കംപ്ലീറ്റ്, അതായത് നമ്മളെ ഈ ലിറ്ററലി ഹാഫ് റോഡിങ് ആണ്. അങ്ങനെ ഇതാ ഇലക്ട്രോണിക് സിറ്റിന്ന് നൈസ് റോഡ് ഇതാ കയറുവാണ്. ടോളിൽ എത്രയാന്ന് അറിയത്തില്ല. എന്തായാലും റീചാർജ് ചെയ്തിട്ട് 200 രൂപ എങ്ങാണ്ടാ റീചാർജ് ചെയ്ത വണ്ടി. കാർ ഇപ്പൊ അങ്ങനെ അധികം എടുക്കാറില്ല, അതുകൊണ്ട് ഇന്ന് ഇതാ 200 രൂപ റീചാർജ് ചെയ്തു. ഇനി ഇവിടത്തെ ടോള് അവിടെ വരെയൊക്കെ എത്തി. നമ്മളിത് അങ്ങനെ നൈസ് റോഡിൽ കൂടെ പോയിട്ടിരിക്കുകയാണ്. സത്യമായിട്ട് ഈ നൈസ് റോഡൊക്കെ ഉള്ള കാരണം നിറയെ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഈ സിറ്റിക്കകത്തൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ആവുന്ന സമയങ്ങളൊക്കെ ഇപ്പൊ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ അതിന്റെ അകത്തൊക്കെയാണ് റീച്ച് ആവുന്നത്. ആക്ച്വലി നല്ലൊരു വർത്താണ് ഈ നൈസ് റോഡൊക്കെ വന്നത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നോക്കിയും കണ്ടും ഓട്ടിച്ചില്ലെങ്കിൽ പണി പാടും. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാ ഒരു സ്പീഡ് ബ്രേക്കറോ അതോ ഒന്നും കാണത്തില്ല. മര്യാദക്കൊക്കെ ഓട്ടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. അതല്ല ഓവർടേക്കിംഗ് ഒക്കെ എടുക്കുന്നത് നോക്കിയും പറക്കി എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലേ പണി, 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ ടോളൊക്കെ എക്സിറ്റ് ചെയ്ത് ഇതാ കനക്പുര എന്ന് പറഞ്ഞ ആ ഒരു റോട്ടിൽ ഇതാ കയറി ഇതാ പോയിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഒരു മണിക്കൂറാണ് കാണിക്കുന്നത്. ഇതാ പോയിട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വിശപ്പടിച്ച് കഴിച്ചു. പക്ഷെ ഇത് ഹോട്ടൽ ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. എന്നാ ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കി പോയിട്ട്, ഇതിപ്പോ ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടാണ്. ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. നമ്മൾ ആ കാലത്ത് എടുത്തപ്പോഴാണ് ഗോപ്രോയുടെ മൗണ്ട് പൊട്ടിയിരിക്കുന്ന കണ്ടത്. അതുകൊണ്ട് ഇനി എന്തായാലും ഇനി അതൊന്ന് ഓർഡർ ചെയ്യണം. ഇപ്പൊ വരുന്ന ഈ ക്വാളിറ്റി ഒന്നും അത്ര ശരിയില്ല ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെറിയതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക് പൊട്ടി പോകുന്നത്. ഒന്നിന്റെയൊക്കെ വിലയൊക്കെയോ ഒരു ചെറിയൊരു സ്ക്രൂവിന്റെ വില 400 രൂപ 500 രൂപയൊക്കെ. വെളിയിൽ നിന്ന് കാണുന്നവർക്ക് എന്താ അറിയാമോ, വീഡിയോ ഇടുന്നത്. പക്ഷെ ഈ വീഡിയോയുടെ ബിഹൈൻഡ് കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഈ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് സത്യമായിട്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിഗ് ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇത് എന്ന് കയറി വീഡിയോ ക്ലിക്ക് ആവും, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മള് ഇടുന്നു. പിന്നെ എന്റെ എന്താ വെച്ചാൽ എനിക്ക് റൈഡിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബൈക്ക് റൈഡിങ് എന്ന് വെച്ചാൽ എന്റെ ഒരു ജീവനാണ്. അപ്പൊ പിന്നെ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 6 കൊല്ലം എങ്ങാണ്ടാവും. പക്ഷെ അത് അത്ര ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അങ്ങോട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു.
അപ്പം ഇപ്പൊ പിന്നെ ശരി, ഇതൊരു സൈഡായിട്ട് അത് കൊണ്ടുപോകാം. ഞാൻ വേറെ എനിക്ക് ജോലി കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് മെയിൻ നമ്മൾ ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ ഈ ചാനൽ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഇങ്ങനെ തുടങ്ങി പോയി ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അടുത്തൊരു ടോൾ, ഇതെന്തിനാണ് ഈ ഒരു ടോൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. നമ്മൾ നൈസ് റോഡൊക്കെ ഇറങ്ങിയിട്ട് അടുത്തൊരു ടോളിൽ വന്ന് കയറി, പക്ഷെ ഇത് എന്താണെന്നുള്ളത് ഒരു പിടുത്തമില്ല. എന്തായാലും നോക്കട്ടെ ഇതെന്താന്നുള്ളത്, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. നോക്കട്ടെ ഗൈസ്, നമ്മളങ്ങനെ ആ രണ്ടാമത്തെ ടോളും ക്രോസ് ചെയ്ത് പോയിട്ടിരിക്കുന്നു. ഞാൻ അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇത് ഹൈവേ ആണ്, അപ്പൊ അതിനുള്ള ഒരു ടോൾ എന്നാണ്. എന്താ സംഭവം എനിക്കറിയത്തില്ല. ഞാൻ കാലത്ത് റീചാർജ് ചെയ്തായിരുന്നു നമ്മളെ ഫാസ്ടാഗ്, പക്ഷെ ബാലൻസ് അവൈലബിൾ ആണ്, പക്ഷെ നോ ബാലൻസ് എന്നൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് ആപ്പിൽ പോയി നോക്കിയപ്പോൾ ബാലൻസ് അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു, ഒന്ന് ഫുഡ് കഴിച്ചു. വെച്ചാൽ കാലത്തും ഒന്നും കഴിച്ചില്ല. മണി ഇപ്പൊ 2 നല്ല രീതിയിൽ വിശപ്പാണ്. അപ്പൊ ഇനി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഒരു മണിക്കൂർ അടുപ്പിച്ചാണ് കാണിക്കുന്നത്. ഇനി മണി ഇപ്പൊ എത്രയോ, മണി 2:45. അപ്പൊ ഇനി ഒരു 3:45 ആകുമ്പോൾ അവിടെ പോയി റീച്ച് ആവും. ഇപ്പൊ കഴിക്കാൻ ഇറങ്ങിയത് ആൾമോസ്റ്റ് ഒരു അരമണിക്കൂറിന് കൂടുതലായി. അപ്പൊ ഇനി എന്തായാലും ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഒറ്റ റൂട്ടാണ് ഇനി അവിടെ വരെ. മാപ്പിൽ നോക്കിയപ്പോൾ സ്ട്രെയിറ്റ് റൂട്ടാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയൊരു ഗാർഡ് സെക്ഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, നോക്കാം. ഗൈസ്, നല്ല അടിപൊളി ഒരു റോഡാണ്. ബൈക്ക് റൈഡിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി, നന്നായിട്ടുണ്ട്. കാലത്തൊക്കെ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഒരു ബൈക്കും കൊണ്ട് വന്നതുകൊണ്ടല്ലേ നല്ല പൊളിയായിട്ടിരിക്കും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു വര കൂടെ വരേണ്ടത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, റോഡ് എന്നാൽ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ഈ തമിഴ്നാട്ടിന്റെ ആ ഒരു ഫീലിംഗ് ഒക്കെയാണ് ഇത് ഈ റോഡിൽ കൂടെ ഒക്കെ വരുമ്പോൾ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു വ്യൂ ആന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഇനി അറ്റം ഇത് മൊത്തം ഇത് മറ്റേ മലകളാണ് കേട്ടോ. ഇത് ദൂരെ കാണുന്ന മൊത്തം ഈ മലകൾ. നമ്മളിപ്പോ ഈ പോകുന്നതും ആൾമോസ്റ്റ് അതിന്റെ ഒക്കെ അടുത്തായിട്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്ററും കൂടെയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ആൾമോസ്റ്റ് റീച്ചായി. ഗൈസ്, നമ്മളപ്പോ ഓൾമോസ്റ്റ് ഇവിടെ റീച്ചായി. ഇവിടെ തൊട്ട് ഇനി നമ്മളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എൻട്രി ആണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് ഫോറസ്റ്റ് റൂട്ടാണ്. നമ്മളെ പ്രോപ്പർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ഇതിന്റെ അങ്ങോട്ട്. പിന്നെ അതാ ഇവിടെ നമ്മളുടെ ആ ഒരു പേരും വണ്ടിയുടെ നമ്പറും ഇതൊക്കെ ഒന്ന് എൻട്രി ചെയ്തിട്ട് വേണം ഈ ചെക്ക് പോസ്റ്റ് കടത്തി വിടുക. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ പുറകെ ഒരു ബുക്ക് വെച്ചിരിക്കുന്നില്ലേ, അവിടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. ഇനി വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത്, എന്നിട്ട് നേരെ അപ്പുറത്ത് പോയാണ് ഇതിന്റെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഫോറസ്റ്റ് റൂട്ടിന്റെ അകത്ത് എൻട്രി ആണ്. ഇതാണ് നമ്മളെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഫോറസ്റ്റ് റൂട്ടാണ്. നമ്മളിപ്പോ നമ്മളെ പ്രോപ്പർ റിസർവ്ഡ് ഫോറസ്റ്റിന്റെ അകത്തോട്ടാണ് ഡ്രൈവിങ്. ഇവിടെ ഇടയ്ക്കൊക്കെ ബോർഡുകളൊക്കെ ഇട്ടിരിക്കുന്നത്, ആന അതൊക്കെ ഉണ്ടെന്ന്, എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ ഇട്ടിരിക്കുന്നത്. ഡ്രൈവ് സ്ലോലി. നോക്കാം. ഒന്നും എനിക്ക് തോന്നില്ല ഈ സമയമൊക്കെ പുറത്തൊക്കെ കാണും തോന്നില്ല. ഈവനിങ് ടൈമൊക്കെ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിരിക്കും ഇതൊക്കെ പുറത്തൊക്കെ ഇറങ്ങുന്നത്. ഇപ്പം കാണിച്ച ബൈക്കുകളൊക്കെ പോയിട്ടിരിക്കുമല്ലേ. സർട്ടൺ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കൂടുതലൊക്കെ പോവാണെങ്കിൽ ഫൈൻ അടിച്ച് കിട്ടും. ഇവിടത്തെ സമയം എന്ന് വെച്ചാൽ കാലത്ത് ഒരു 6:30 തൊട്ട് വൈകിട്ട് ഒരു 5:30 വരെയാണ്. 5:30ക്ക് ക്ലോസിംഗ് ആണ്. പിന്നെ അതിനുശേഷം അലൗഡ് അല്ല. എന്നുവെച്ചാൽ ഒന്നാമത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിനുശേഷം ഡ്രൈവിങ്ങും കാര്യങ്ങളൊന്നും സേഫ് ഒന്നല്ല ഇതിനകത്ത്. പിന്നെ ഈ ബൈക്കിൽ വരുവാണെങ്കിൽ പോലും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഈ ഏർലി മോർണിംഗ് ഒക്കെ ഈ ഫോഗ് ഒക്കെ നിറഞ്ഞു കിടക്കുമ്പോൾ ആന ഇതൊക്കെ നിന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ റോഡ് നല്ല പോളി റോഡാട്ടോ. പൊളി റോഡ് എന്ന് വെച്ചാൽ പൊളി റോഡാ.
ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ഇവിടെ റീച്ചായി. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്യാഷ് എന്തായാലും എടുത്തിട്ട് വരിക. ഇവിടെ ജി പേ, ഗൂഗിൾ പേ, മറ്റേ ഫോൺ പേ ഇതൊന്നുമില്ല, കാർഡോ ഒന്നുമില്ല. ഒള്ളി ക്യാഷ്. പാർക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെ ചായ കുടിക്കണമെങ്കിൽ എന്തായിരുന്നാലും ഒള്ളി ക്യാഷ്. പാർക്കിംഗ് ഇവിടെ എത്ര 30 റുപ്പീസ് എങ്ങാണ്ടാണ് ചാർജിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് ഇനി നേരെ അങ്ങോട്ട് നടന്നു പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടിതാ പോയിട്ടിരിക്കുക. അപ്പം സംഭവം ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കാവേരിയും പിന്നെ വേറൊരു റിവറിൻ്റെ പേരും അത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. കണ്ടില്ലേ? ഗൈസ്, അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ. വെള്ളം നിറയുള്ള സമയത്തൊക്കെ ഈ കാണുന്ന ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പൊങ്ങും. ഈ കാമ്പൗണ്ടിന്റെ ആ ഒരു ഹൈറ്റ് വരയ്ക്കും വെള്ളം പൊങ്ങും. പിന്നെ അപ്പം ഈ റോപ്പ് ഇട്ടിരിക്കുന്നില്ലേ, ഇതിന്റെ ഇപ്പുറത്തൊന്നും ആർക്കും അലൗഡ് അല്ല. പിന്നെ ഇവിടെ വാർണിംഗ് ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്, ക്രോക്കഡൈൽ ഉണ്ട് ഇതൊക്കെ. പക്ഷെ അത് ഇങ്ങോട്ടൊന്നുമല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം അങ്ങോട്ടൊക്കെ ആയിരിക്കും. ക്രോക്കഡൈൽ അറ്റാക്ക് ഒക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവിടെ ബോർഡൊക്കെ ഇട്ടിരിക്കുന്നത്. ആ ഒരു വ്യൂ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞാൻ പെട്ടെന്ന് ഇതാ ഒരു സംഭവം കണ്ടില്ല. ഞാൻ പെട്ടെന്ന് ഇനി മുതലായിട്ടാ വരുന്നത് വിചാരിച്ചു. പെട്ടെന്ന് ആ ഒരു വെള്ളം ഈ ഒരു ഇത് കണ്ടപ്പോൾ കണ്ടില്ലേ. അങ്ങനെ അടിപൊളി ഒരു ഇതാണ്. പിന്നെ വന്ന് ഇവിടെ കുറേ പേരൊക്കെ കുളിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കുളിയും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫുഡൊക്കെ മേടിച്ചൊന്ന് ഇവിടെ ഇരുന്ന് കഴിച്ച് പറക്കി. ഫുഡ് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇതിന്റെ കുറച്ച് മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഫിഷൊക്കെ പിടിച്ച് വറുത്തും കറി വെച്ചും ഒക്കെ തരും. ഇതാണ്. അപ്പം നമ്മൾ ആ ഒരു മേക്ക് ദാറ്റ് നമ്മൾ ഈ ഒഗനക്കല് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഒഗനക്കലിനെക്കാട്ടി ബെറ്റർ ആണ്. എന്ന് വെച്ചാൽ ഒഗനക്കൽ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ ക്രൗഡഡ് ആയിട്ടും ഭയങ്കര ഇതായിട്ടൊക്കെ. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കും, സൈലന്റ് ആണ്. വീക്കെൻഡ് എങ്ങനെയാണെന്ന് എനിക്ക്, പക്ഷെ വീക്ക് ഡേ കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ. അത്ര തിരക്കെന്ന് പറയാനേ ഇല്ല. നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്. ഒരു വൺ ഡേ പിക്നിക് അതിനൊക്കെ ബെറ്റർ ഒരു പ്ലേസ് ആണ്. ജസ്റ്റ് ഒരു നല്ലൊരു ഡ്രൈവുമാണ്, നല്ലൊരു റൂട്ടുമാണ്. ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് എന്ന് പറയുന്നത് അടിപൊളി ഒരു റൂട്ടാണ്. അതുപോലെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ലക്ക് ഉണ്ടെങ്കിൽ ചില അനിമൽസിനെ സ്പോട്ട് ചെയ്യാം. എസ്പെഷ്യലി ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എൻ്റെ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം സ്ഥലം ഒന്ന്, പിന്നെ എനിക്കൊരു ഒരു റൈഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ റൈഡ് നടന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഡ്രൈവ് ആവാമെന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട്. അങ്ങനെ ഒരു വൺ ഡേ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഓപ്ഷൻ കിട്ടി. പക്ഷേ ഇത് എങ്ങനെയാ സംഭവം എന്നൊന്നും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കൊള്ളാം. ഗൈസ്, ഇവിടെ നമ്മളിങ്ങനെ കുളിച്ചിട്ടിരുന്നപ്പോഴാണ് അങ്ങറ്റം കണ്ടില്ലേ, അവിടെ കുറെ ആനകൾ ചേർന്ന് വെള്ളം കുടിച്ചിട്ട്. പക്ഷെ ഇത് കറക്റ്റായിട്ട് അത്രയും സൂം ആവുന്നില്ല. മാക്സിമം സൂം ചെയ്താണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങ് അറ്റം കണ്ടില്ലേ, അവിടെ ഇതാ ആ പോയിന്റിൽ കുറെ കാട്ടാനകൾ വന്ന് വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിനെ കലക്കി മറിച്ച്. വാവ്, സൂപ്പർ. ഇത് അൺഎക്സ്പെക്ടഡ് തിങ്സ് ആണ്. ഞാൻ വിചാരിച്ചു റോട്ടിൽ കിട്ടുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ കണ്ടില്ലേ, പൊളി. ഇത് മാക്സിമം സൂം ചെയ്ത് ഗൈസ്. പക്ഷെ ഇത്രേ പറ്റുന്നുള്ളൂ. അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ക്രോക്കഡൈൽ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ബോർഡ് ഇട്ടിരിക്കുക, അതുകൊണ്ട് അലോഡ് അല്ല. അതാ കണ്ടില്ലേ, അത് ആനയാണ്. കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഈ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ കാലത്തൊക്കെ വന്നു ഫുഡൊക്കെ മേടിച്ചിട്ട് വരുമോ പുറത്തു നിന്ന്. ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഈ ചായ കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഒരു വൺ ഡേ കാലത്ത് പ്ലാൻ ചെയ്ത് വരിക. നല്ല അടിപൊളി പ്ലേസ്. ഇവിടെയൊക്കെ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ആംബിയൻസ് ആണ് ഇതൊക്കെ. കണ്ടില്ലേ, വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് പാർക്ക് ചെയ്യാം. ഒരു കാറിന് 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ മുമ്പ് പറഞ്ഞ പോലെ. ബൈക്കിന് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കാറിലൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ച് ഒരു ദിവസം ഫുൾ പീസ്ഫുൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട്
പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ, കാര്യങ്ങൾ. ഇതൊക്കെ നല്ല അടിപൊളി പ്ലേസാണ് ഗൈസ്. ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഒരു കാലത്ത് വന്നിട്ട് വൈകിട്ട് ഒരു വൈൻഡപ്പ് ആവുന്ന പോലെ പ്ലാൻ ചെയ്ത് വരിക. പക്ഷെ നല്ല അടിപൊളി പ്ലേസാണ്. വെള്ളവും കുറവാണ്. ഇപ്പോൾ നല്ല സമയമാണ് വരാൻ. എന്ന് വെച്ചാൽ വെള്ളം കുറവാണ്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇതാ കാണിക്കുന്നില്ല. ഇവിടെ ഈ മരത്തിൻ്റെയൊക്കെ ഇവിടെ കംപ്ലീറ്റ് പകുതിയൊക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ് ആൾക്കാർ പറയുന്നത്. അതായത് ഈ കയർ ഈ കയറിൻ്റെ ലെവൽ വെള്ളം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കുന്നതാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പം നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ വരുന്നെന്ന് പ്ലാൻ ചെയ്യുന്നവർ ഇപ്പം പ്രോപ്പർ സമയമാണ്. ഐ മീൻ സീസണാണ്. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും വന്നിട്ട് അത്ര കാര്യമില്ല. പിന്നെ അലോഡും അല്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ നിറയെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ. നമ്മളങ്ങനെ ഇതാ പോയിട്ടിരിക്കുകയാണ്. റിട്ടേൺ ഇറങ്ങിയതാ പോയിട്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇപ്പോൾ മണി 5, 6, 7, 8:30, 9 മണി വീട്ടിൽ എത്തുമ്പോൾ ഇനി ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് നിർത്തണം. പിന്നെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ട്രാഫിക്. അതുകൊണ്ട് എന്തായാലും ഒരു 9 മണി മാക്സിമം നമ്മൾ വീട്ടിൽ എത്താൻ ചാൻസസ് ഉണ്ട്. ഇതിപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പം എന്തെങ്കിലും ഒരു വൈൽഡ് അനിമൽ സൈറ്റിംഗ് കിട്ടിയാലും കിട്ടും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ആനയുടെ ഒരു സൈറ്റിംഗ് കിട്ടിയത്. പക്ഷെ നല്ല ലോങ്ങിലായിരുന്നു ഗൈസ്. ലോങ്ങിലാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലോങ്ങിലാണ്. മാക്സിമം സൂം ചെയ്തിട്ടും അത് അത്രേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പ്രോപ്പർ DSLR ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അത് പാൻകുളിയായിരുന്നു. അവിടെയൊക്കെ കിടന്ന് വെള്ളത്തിനൊക്കെ അടിച്ച് നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ കാണാം. പക്ഷെ ക്യാമറയിൽ കൂടെ അത്ര ഒരു ഇതില്ല. സൂം നന്നായിട്ട് ചെയ്തപ്പം പിന്നെ ബ്ലർ ആവാൻ തുടങ്ങി. ആണ് നമ്മളങ്ങനെ റിട്ടേൺ പോയിട്ടിരിക്കുക. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ താഴെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 5 മണിക്ക് ക്ലോസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് 5 മണിക്ക്, മുകളിൽ ഗേറ്റ് 5:30 ആകുമ്പോൾ ക്ലോസ്, അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കത് 5 മണി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒന്നും ഇറങ്ങാൻ വിടത്തില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് വന്ന് കണ്ടിട്ടൊക്കെ പോവാം. പക്ഷെ വരുവാണെങ്കിൽ മോർണിംഗ് വരുക, അതായിരിക്കും ബെറ്റർ. മോർണിംഗ് വന്നിട്ട് ഒരു 1 ഡേ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വന്നതിന് വർത്ത്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് പോയിട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണി അടുപ്പിച്ചാവുന്നു. ഇനി ഇവിടെ നിന്നും കിടക്കുന്നു ഒരു 1.5 മണിക്കൂർ, വിച്ച് ഈസ് ലൈക്ക് ഒരു 50 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഒരു 8:30, 9 മണിക്കകത്ത് പോയി എത്തും. എന്തായാലും നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. മോർ ദാൻ ആ പ്ലേസിനെ കാട്ടി നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ആ ഒരു ഡേ നന്നായിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും പോയിട്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മളെ നൈസ് റോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോഡിലാണ് ഇനി കണക്ട് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്. ഇവിടെ നിന്ന് ഇനി കുഴപ്പമില്ല. ഇവിടെ ഇനി ഹൈവേയും പിന്നെ നൈസ് റോഡൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ട്രാഫിക്കിൽ പോയി പെടാൻ പോകുന്നത്. ഇനി അവിടുത്തെ ട്രാഫിക് എങ്ങനെ ഇരിക്കും ദൈവത്തിനറിയാം. ഇന്ന് എങ്ങനെയാണെന്നുള്ളത്. ഇത് പോരാത്തതിന് വീക്ക് ഡേയും കൂടെയാണ്. ഈ ട്രാഫിക് എങ്ങനെയാന്ന് ദൈവത്തിനറിയാം. ഗൈസ്, വരുന്ന വഴിക്ക് നല്ല മഴയാണ്. നമ്മൾ ആൾമോസ്റ്റ് വീട്ടിൽ റീച്ച് ആവാൻ ഇനി ഒരു 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ. പക്ഷെ മഴ എന്ന് വെച്ചാൽ ഓട്ടിക്കലത്തെ മഴ. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിൽ എത്തി. നല്ല മഴയായിരുന്നു. അത് കാരണം കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വെച്ചാൽ നല്ല മഴ വെച്ചാൽ നല്ല മഴയായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. സമയം ഇപ്പം എത്രയാണ്, 9:30 അടുപ്പിച്ചായി. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് കാണാം. ബൈ. ഗുഡ് നൈറ്റ്.